മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രതിഭാ പുരസ്കാര സായാഹ്നം സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് MLA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ പ്രതിഭകളും പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളും പുരസ്കാരം ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മൂക്കട കുടുംബാംഗങ്ങളെ അനുമോദിക്കുന്നതിന് മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര സായാഹ്നം 2026 സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് MLA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബങ്ങൾ എന്ന് നല്ല ദൃഢമാവണം. സ്നേഹബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ സാധിക്കണം. പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. രക്തബന്ധമോ അല്ലെങ്കിൽ മറ്റു ഏത് ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ചും കൂട്ടുകുടുംബ ബന്ധങ്ങൾ, ഈ കുടുംബ ബന്ധങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു സാഹോദര്യത്തിന് നമുക്ക് പോകാൻ സാധിക്കണം. പലപ്പോഴും പരസ്പരം സഹായിക്കാൻ മടി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് എത്രമാത്രം കുടുംബ ബന്ധങ്ങൾ അറിയാം എന്ന് നമുക്ക് സംശയമാണ്. കാരണം ഇപ്പം ഇരിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള കാരണം ഇപ്പം അംസക്കായ അങ്ങനെയുള്ള സീനിയർ ആളുകളുടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ താഴ്ത്തിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ തലമുറ ബന്ധങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. അത്ര ഞങ്ങൾക്കറിയാൻ സാധിക്കില്ല. പിന്നീട് ഞങ്ങളുടെ പുറകിൽ വന്ന തലമുറക്ക് ഇത്രയും കൂടി അറിയില്ല. ഇപ്പം ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയാം ഉമ്മയുടെ വീട്ടുകാരറിയാം, അല്ലെങ്കിൽ വാപ്പാടെ വീട്ടുകാരെ ഒരു സ്റ്റെപ്പ് അറിയാം. ബാക്കി ഒരു ബന്ധങ്ങളും അവർക്കതൊന്നും വേണ്ട. അല്ലെങ്കിൽ അതെന്തിനാന്നൊക്കെ ചോദിക്കും ചില കുട്ടികളൊക്കെ. അത് നമ്മളങ്ങോട്ട് പോയതില്ലേ പിന്നെ എന്തിനാ എന്നുള്ള ചിന്താഗതി. അങ്ങനെ ആയി കാലഘട്ടം. പണ്ടൊക്കെ കാരണവന്മാരൊക്കെ ഒരുപക്ഷെ എല്ലാ വീടുകളിലും ചെല്ലുമായിരുന്നു. അന്ന് ഇത്ര യാത്രാ സൗകര്യമോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മാസത്തിൽ ഒരു ദിവസങ്ങളും കൂട്ടുകുടുംബ ബന്ധങ്ങളിലൊക്കെ ഒന്ന് പോയി അവരെയൊക്കെ തല കാണിച്ച് അവിടേക്ക് ഒരു അന്വേഷിച്ച് ഒക്കെ നിൽക്കും. പക്ഷേ ഇപ്പം ആ ബന്ധങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഇല്ല. അന്വേഷിക്കാനോ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ചെല്ലാനോ അല്ലെങ്കിൽ വേണ്ട കല്യാണങ്ങളിൽ തന്നെയായാലും എത്ര ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ സ്നേഹവും സാഹോദര്യവും ഒക്കെ എപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അപ്പം അവിടെയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നേതൃത്വം കൊടുത്ത് വിളിക്കുമ്പോൾ നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ സാധിക്കും. അസോസിയേഷൻ പ്രസിഡന്റ് MK ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MU ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നടത്തി. MLA മാരായ മനോജ് മൂത്തേടൻ, VP സജീന്ദ്രൻ, പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ പ്രതിഭാ പുരസ്കാര സായാഹ്നത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. മൂക്കട ഫാമിലി നമ്മുടെ പ്രദേശത്തെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ്. എല്ലാം പ്രഗത്ഭമതികളാണ്. എല്ലാ തരത്തിലുമുള്ള ഒരു വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ളൊരു ഒരു ഫാമിലി കൂടിയാണ്. ജനപ്രതിനിധികളുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ ബിസിനസ് സംരംഭം നടത്തുന്ന ആളുകളുണ്ട്, നമ്മുടെ MSMEയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്, നല്ല ബോഡി ബിൽഡർമാരുണ്ട്, നല്ല പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ ഈ നാടിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള നേതൃത്വമായി മാറിയിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ കുടുംബത്തിൻ്റെ, മൂക്കട ഫാമിലി എന്ന ഒരു വലിയ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ പ്രതിഭാ സായാഹ്ന പുരസ്കാരത്തിൽ വ്യത്യസ്തമായ വീടുകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നേരത്തെ ഇവിടെ അൻവർ സാദത്ത് MLA പറഞ്ഞതുപോലെ കുടുംബങ്ങളുടെ ആഴം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുന്നൊരു കാലത്ത് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു വലിയ മാധ്യമമാണ് ഈ ഫാമിലി കൂട്ടായ്മ. ഇവിടെ നേരത്തെ സാദത്ത് MLA പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് മേളിൽ താഴേക്കുള്ള ആളുകൾ നമുക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. കാരണം പഴയതുപോലെയല്ല. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ വെക്കേഷൻ സമയത്ത് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. സ്വാഭാവികമായി നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിൽ സന്ദർശനം നടത്തും. ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളോടൊന്ന് സ്വന്തത്തിലുള്ളൊരു കല്യാണത്തിന് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ പോലും താല്പര്യമില്ലെന്ന് പറയുന്ന കുട്ടികളാണ് ഈ കാലത്തുള്ളത്. കാരണം അവരെല്ലാം അവരുടെ തിരക്കിൻ്റെ ലോകത്താണ്. മൊബൈൽ ഫോണിൻ്റെയും മറ്റു തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നൊരു കാലത്ത് എല്ലാ ബന്ധങ്ങൾക്കും വിലയില്ലാതാകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല വിലയുണ്ട്, ഇതൊക്കെ രക്തബന്ധമാണ് എന്ന് പുതിയ തലമുറയെ കൂടി ബോധ്യപ്പെടുത്താനുള്ളൊരു ദൗത്യം, വലിയ പരിശ്രമമാണ് ഈ ഫാമിലി കുടുംബ ട്രസ്റ്റുകളോടൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ
ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രതിഭാസായാഹ്ന പുരസ്കാരമാകട്ടെ, നിങ്ങളുടെ വാർഷികമാകട്ടെ, പരിപാടികളാകട്ടെ, അങ്ങനെ കൂടുമ്പോൾ എല്ലാ കുടുംബങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുകയാണ്. ജനന്യമാരുടെ മക്കളാണ്. ഏതെങ്കിലും ഒരു പരമ്പരയിൽ നിന്ന് ആരംഭിച്ച് വിവിധ തലങ്ങളിലേക്ക് തലമുറകളായി വ്യാപിച്ചു പോകുന്ന, അല്ലെങ്കിൽ പറന്ന് പന്തലിക്കുന്ന ഒരു സ്വാഭാവികമായും അതിനൊരു അങ്ങനെയാണല്ലോ ഒരു പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലേക്കുള്ള ആളുകൾ നമ്മുടെ മുത്തശ്ശൻ, മുത്തശ്ശൻ അങ്ങനെ പഴയയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധം അതൊരു നിസ്സാര കാര്യമല്ല. ആ ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ശക്തിയായി മൂക്കട വെൽഫെയർ അസോസിയേഷൻ മാറും. മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യൻ റണ്ണറപ്പുമായ മൂക്കട കുടുംബാംഗം അലിയാർ ഹസൻ, കുടുംബാംഗങ്ങളായ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലർ എം.ഇ. നജീബ്, വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അൻസാർ, ഇസ്ലാമിക പണ്ഡിത ഡിഗ്രി കരസ്ഥമാക്കിയ കുടുംബാംഗങ്ങളായ എം.എസ്. മുഹമ്മദ്, സമീർ ഹുദവി, ഫയാസ് അലി അബ്രാറി, ഹാരിസ് അസ്ഖനി, അബൂബക്കർ സിദ്ദീഖ് സഖാഫി എന്നിവരെ ആദരിച്ചു. ഞാൻ ഇതിനു മുമ്പും വെൽഫെയർ അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, ഒട്ടനവധി പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ പരിപാടികളെക്കുറിച്ചും കുടുംബാംഗങ്ങളുമായും നിരവധി ആളുകളുമായി കുടുംബങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ്. കാരണം നിരവധി കുടുംബങ്ങളിൽ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ മൂക്കട ഫാമിലിയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളുമായും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുത്ത് അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വരാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മൂക്കട കുടുംബം എന്ന് പറയുന്നത് 2-3 നിയോജക മണ്ഡലങ്ങളിലായി ഉള്ള കുടുംബമാണ്. അതിലൊട്ടനവധി ആളുകൾ മുടിക്കൽ ഭാഗത്തും അതേപോലെ തന്നെ വാഴക്കുളം പഞ്ചായത്തിലുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബങ്ങളുമൊക്കെയായി നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നോ പറയാൻ പറ്റാത്ത സാഹചര്യം എനിക്കുണ്ട്. ഏതായാലും ഈ വെൽഫെയർ അസോസിയേഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള കേന്ദ്ര സിലബസുകളിലെ 10-12 ക്ലാസ് പരീക്ഷകൾ, ഡിഗ്രി, PG, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമബിരുദധാരികൾ, മദ്രസ പൊതുപരീക്ഷാ വിജയികൾ എന്നിവരായ മൂക്കട കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രതിഭ പുരസ്കാര സഹായനം 2026 പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് സംഗതി അവർക്ക് 150-200ഓളം കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും MLA-മാർ, ചെയർപേഴ്സൺ, പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, ആ രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും മതപണ്ഡിതന്മാരും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കാരണവന്മാരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തു. നല്ല രീതിയിൽ പരിപാടി തുടങ്ങി അവസാനിച്ചു. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ നടത്താൻ സർവശക്തൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് M.K. ഹംസ, ഖജാൻജി V.A. പരീത്, ജനറൽ സെക്രട്ടറി M.U. ഇബ്രാഹിം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷൻ രൂപീകൃതമായിട്ട് ഏതാണ്ട് 12 വർഷത്തോളമായി. ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും അതുപോലെ തന്നെ മത രംഗത്തുള്ള പാണ്ഡിത്യവുമൊക്കെ ഉദ്ദേശിച്ചാണ് ഈ സംഘടന രൂപീകരിച്ചത്. സംഘടന രൂപീകരിക്കുമ്പോൾ അന്ന് മുതൽ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി SSLC മുതൽ ഉന്നത വിദ്യാഭ്യാസ ശ്രേണികൾ വരെ വിജയിച്ച ഞങ്ങളുടെ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പ്രതിഭാ പുരസ്കാര സായാഹ്നം എന്ന പേരിൽ സംഘടിപ്പിക്കാറുണ്ട്. ഈ 2 വർഷം കൂടുമ്പോൾ ഞങ്ങളുടെ കുടുംബ സംഗമം സംഘടിപ്പിക്കുകയും ആ കുടുംബ സംഗമത്തിൽ വെച്ചും കുടുംബസംഗമം ഇല്ലാത്ത ഇടവേളയിൽ ഇതുപോലെ പ്രതിഭാ പുരസ്കാര സഹായം സംഘടിപ്പിച്ച് അവിടെ വെച്ച് ഞങ്ങൾ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നുണ്ട്. ഈ അനുമോദിക്കുന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൂടാതെ അതാത് സമയത്ത് ഉണ്ടാകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മൂക്കട കുടുംബത്തിൽപ്പെടുന്ന പ്രതിനിധികളെ അനുമോദിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മത പണ്ഡിത രംഗത്ത് ഉന്നതമായ ബിരുദം കരസ്ഥമാക്കിയ ഹുദവി, അബ്രാരി, അതുപോലെ തന്നെ സക്കാഫി, ഹസനി തുടങ്ങിയ ഒട്ടനവധി ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ആളുകൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഖുർആൻ ഹാഫിലുകൾ ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ
ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, മറ്റ് ഉന്നതമായ വിദ്യാഭ്യാസ ശ്രേണികളിൽ എത്തിപ്പെടുന്ന ആളുകൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ 2026 ഈ പ്രതിഭാ പുരസ്കാര സായനം സംഘടിപ്പിച്ചപ്പോൾ മിസ്റ്റർ ഇന്ത്യ 2ാം സ്ഥാനവും മിസ്റ്റർ കേരള 1ാം സ്ഥാനവും ലഭിച്ച വല്ലത്തുള്ള അലിയാർ ഹസനെ അനുമോദിച്ചു. ഓരോ കാലഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികളെ അനുമോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.